20 വർഷങ്ങൾക്കിപ്പുറം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർക്കാൻ ഒത്തിരിയുണ്ട്. ഓർമ്മപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ഓർമ്മകൾ. ഒരു വട്ടം കൂടിയിലേക്ക് നമ്മുടെ രാധിക ടീച്ചറെ ക്ഷണിക്കാനായി രഞ്ജിത്തുമൊത്ത് സ്കൂളിൽ കയറുമ്പോൾ കുട്ടികളുടെ ശബ്ദത്തിനിടയിലും ഒരു നിശബ്ദതയുണ്ട്. ഒരുപക്ഷെ പഴയ ഓർമ്മകൾക്ക് ഓടി വരാനായിരിക്കും അത്. 5C മുതൽ C2 വരെയുള്ള 8 വർഷത്തെ അധ്യാപകരും അനധ്യാപകരും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു വലിയ മനുഷ്യക്കൂട്ടത്തിൻ്റെ ഓർമ്മ. ജനലും വാതിലുമില്ലാതെ പകുതി ചുമരുള്ള ക്ലാസ്സുകളൊന്നും ഇന്നവിടെയില്ല. ടൈലർ ഷോപ്പിലെ വെട്ടുതുണി കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയ ഡസ്റ്ററില്ല. ഓടിട്ട കെട്ടിടം ഒന്നു മാത്രം ബാക്കിയുണ്ട്. ക്ലാസ്സിലെ എല്ലാവർക്കും കേൾക്കാൻ ഉച്ചത്തിൽ സംസാരിക്കുന്ന ടീച്ചർമാരുമില്ല എന്ന് തോന്നുന്നു. വരാന്തയിൽ അങ്ങനെ നിൽക്കുമ്പോൾ അതിലൂടെ പോയ അധ്യാപകരുടെ അധിക പേരുടെയും അടുത്ത് വയർലെസ് മൈക്കുകളുണ്ടായിരുന്നു. ഞാൻ പഠിച്ച 5Cയുടെയും 10Eയുടെയും എല്ലാം കെട്ടിടങ്ങൾ ഇപ്പോൾ ഇല്ല. നമ്മുടെ പഴയ കമ്പ്യൂട്ടർ ലാബ് അതാണിപ്പോഴത്തെ 5Aയും 5Bയും 5Cയും ഒക്കെ. ഞാൻ 3 കൊല്ലം ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ചീനിമരത്തിലെ സ്റ്റേജ് കരിങ്കല്ല് കൊണ്ട് പടുത്ത് സുന്ദരനാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ പണിയും നടക്കുന്നുണ്ട്. കഞ്ഞിപ്പുര പുതിയത് പണിതിട്ടുണ്ട്. പക്ഷേ കഞ്ഞിത്താത്ത മാറിയിട്ടില്ല. ഞാൻ മാത്രം ഇപ്പോഴും പഴയതുപോലെയുണ്ടെന്ന അഹങ്കാരത്തിൽ ചീനിമരങ്ങൾ തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട്. പുതിയ കെട്ടിടത്തിൻ്റെ ഉയരം കൊണ്ട് ആനപ്പാറ വ്യക്തമായി കാണുന്നില്ല. NSS ക്യാമ്പിൽ നട്ട മരങ്ങളൊന്നുമില്ല. അവിടെ പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. പഴയ സ്വാതന്ത്ര്യത്തിൽ സ്റ്റാഫ് റൂമിലോട്ടൊന്നും ചെല്ലാൻ കഴിയില്ല. നമ്മളെ പഠിപ്പിച്ചവരുടെ എണ്ണം ഒരു കയ്യിലെ വിരൽ എണ്ണാൻ പോലും തികയില്ല. കൂടെ പഠിച്ച ചിലരൊക്കെ അധ്യാപകരായി അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ പഠിപ്പിച്ചവരിൽ അധിക പേരും റിട്ടയർഡ് ആയിരിക്കുന്നു. മിഠായിക്കടയിലും ഫോട്ടോസ്റ്റാറ്റ് കടയിലും ഉണ്ടായിരുന്നവർ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. കൂർക്കപ്പറമ്പിലെ ബസ് സ്റ്റോപ്പിൽ കുറച്ചു നേരം നിന്നു. പക്ഷേ മയിൽവാഹനം ബസ് മാത്രം വന്നില്ല. പറഞ്ഞു തീരാത്ത ഓർമ്മകൾ 20 വർഷത്തിനിപ്പുറം ഡിസംബർ 29 കാത്തു നിൽക്കുന്നു. ഒരു വട്ടം കൂടി കൂടിയിരിക്കാൻ, പഴയ കഥകൾ പറയാൻ, ഒരുപാട് ആഹ്ലാദത്തോടെ പൊട്ടിച്ചിരിക്കാൻ.